മലയാള നാടകത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച ഇടമാണ് കൊല്ലം. കലോത്സവ മത്സരവേദിയിൽ തിരശീല ഉയരുമ്പോൾ 40 വർഷത്തെ നാടക ജീവിതത്തിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് ദമ്പതികളായ സുമിത്രാനന്ദയും സുധയും. AT അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 113 ഓൺ സ്റ്റേജ്. നിന്നെ ഞാൻ എടുത്തോണ്ട് നടക്കാം. ചെറുപ്പത്തി ആരും കാണാൻ നിന്നെ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടില്ലേ? ഇപ്പോ കരയുമ്പോൾ കാണികളെ കൂടെ കരയിക്കാനും ചിരിക്കുമ്പോൾ അവരെ കൂടി ചിരിപ്പിക്കാനും കഴിയുന്ന അഭിനയത്തിന്റെ മാന്ത്രികതയെക്കുറിച്ച് പറയുമ്പോൾ ഇരുവർക്കും പ്രായം കൗമാരത്തിൽ തന്നെ. അമേച്ചർ നാടകങ്ങളിലൂടെ വളർന്ന് പ്രൊഫഷണൽ വേദികളിലേക്ക് വന്നവരാണ് രണ്ടുപേരും. അതും വളരെ ചെറുപ്പത്തിൽ. ഐശ്വര്യ, പിന്നെ തിരുവനന്തപുരം ആരാധന, പിന്നെ തൃപ്പൂണിത്തുറ കലാശാലയിലാണ് ഇളയൻ ചേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കും. അടൂർ പങ്കജത്തിൻ്റെ സമിതി പോയപ്പോൾ കൊച്ചുപ്രേമൻ എൻ്റെ അനിയനായിട്ട് അഭിനയിക്കാനകത്ത്. കൊച്ചുപ്രേമൻ അന്ന് കൊച്ചു ചെറുക്കനാണ്. ഇറങ്ങിഴി പിള്ള പുള്ളിയുടെ മോളായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് അവളും രംഗത്ത് വരുന്നത്. ഇതിലോട്ട് എന്നെ കൊണ്ടുവന്നത് തന്നെ അച്ഛനാണ്. അന്നും എല്ലാത്തിനും എവിടെ പോകുന്നതിനുമൊക്കെ അച്ഛനായിരുന്നു. മലയാളത്തിലെ പ്രഗത്ഭരായ നിരവധി അഭിനേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടു. നടൻ തിലകൻ ഒരു പാഠപുസ്തകമായിരുന്നുവെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇരുവരും. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നാടകം കളിക്കാൻ പറ്റും. അതാണ് നമ്മളെ ട്രെയിൻ ചെയ്യിക്കും. പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. രാവിലെ 9 മണിക്ക് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ബെല്ല് കൊടുക്കും പുള്ളി. കലയിലൂടെ തന്നെയാണ് രണ്ടാളും പരിചയപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് ജീവിതം മുഴുവൻ കല മാത്രം. സുധാ സുമിത്രാനന്ദൻ ഇപ്പോഴും കലാരംഗത്ത് സജീവമാണ്. പണ്ട് അച്ഛൻ മരിച്ച് ചിതകത്തി തീരും മുൻപേ തട്ടിൽ കയറി പ്രേമരംഗം അവതരിപ്പിക്കേണ്ടി വന്നത് സുധ ഒരു കാലത്തും മറക്കില്ല. കൊടുത്ത വാക്കിനോട് അത്രത്തോളം ഇവർ നീതി പുലർത്തിയിരുന്നു. പഴയ നാടക സംഭാഷണങ്ങൾ പോലും ഇപ്പോഴും രണ്ടുപേർക്കും ഹൃദ്യമാണ്. കരഞ്ഞഭിനയിക്കുമ്പോൾ ഗ്ലിസറിൻ പോലും വേണ്ടാതെ കണ്ണീർ പൊഴിക്കാൻ സാധിക്കുന്ന ഇവരുടെ പാടവത്തിന് മുന്നിൽ സാഷ്ടാംഗം വണങ്ങണം. നിന്നെ ഞാൻ എടുത്തോണ്ട് നടക്കാം. ചെറുപ്പത്തി ആരും കാണാൻ നിന്നെ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടില്ലേ? ഇപ്പോ എല്ലാരും കാണുമെന്ന് ഞാൻ എടുത്തോണ്ട് നടക്കാം. ബാ. മോനെവിടെ? എൻ്റെ ജോക്കുട്ടി എവിടെ? അവവിടെ എവിടെയെങ്കിലും കാണൂല്ലേ? അവ ഇപ്പൊ വരും. അവൻ വണ്ടി വിളിക്കാൻ പോയതാ. പോകാം. നിർഭാഗ്യവശാൽ അവാർഡുകളൊന്നും കിട്ടിയില്ലെങ്കിലും കലാലോകത്തിന്റെ അഭിനന്ദനങ്ങളും അനുഗ്രഹാശിസ്സുകളും വേണ്ടുവോളം ഇവർക്കുണ്ട്. കലാകേരളത്തിന്റെ മഹോത്സവം നടക്കുമ്പോൾ എല്ലാറ്റിനും വഴിതെളിച്ച ഈ കലാകാരന്മാരെയൊക്കെ മറന്ന് എങ്ങനെ മുന്നോട്ട് പോകാനാകും? ഏതെങ്കിലും ഒരു കാര്യം നീ അത് ചെയ്തോ? അമ്മ എത്ര കഷ്ടപ്പെട്ട ഈ കലോത്സവത്തിൽ ഓരോ സ്റ്റോറികളൊക്കെ ചെയ്തത്. എത്രയിടത്തൊക്കെ ഓടി നടക്കണം. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടല്ലേ ചെയ്യുന്നത്. അതമ്മ എന്താ മനസ്സിലാക്കാത്ത? വിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ? നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയോ? എത്ര കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൂടെ ചെയ്യണ്ടേ? അതുകൂടെ ചെയ്താലല്ലേ ഈ ചെയ്യുന്നതിന് ഒരു വിലയുള്ളൂ. എന്തായാലും എൻ്റെ മോൾ ചെയ്ത ഈ അധ്വാനത്തിന് ഒരു അംഗീകാരം എപ്പോഴായാലും ഉണ്ടാവും കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും വലിയൊരു അനുഭവമായിരുന്നു. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.